നമ്മളെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മനസ്സിലൊരു നൊമ്പരം മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ അർജുനെ കണ്ടു കിട്ടിയിട്ടില്ല ഇപ്പോഴും. കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാനില്ല അർജുനും ലോറിയും എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇത്രയും ദിവസമായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, വിഷമമാണോ, ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യരെത്തിയിട്ടുണ്ട്. കാണാതെ പോയ ഒരു മനുഷ്യനെ ഇത്രയും ദിവസമായിട്ടും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സംഗതിയുണ്ട്. കാരണം നമ്മൾ ചന്ദ്രനിൽ വരെ അങ്ങ് ഉപഗ്രഹങ്ങളിലൊക്കെ പോകാൻ വേണ്ടി സാധിച്ച മനുഷ്യന് മണ്ണിനടിയിലുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ ദിവസങ്ങൾ വേണ്ടി വരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അത് അധികം ദിവസം ജീവനോടെ ഇരിക്കുക പ്രയാസമാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രായോഗികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ചുറ്റിലും മണ്ണായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒരു മനുഷ്യജീവനാണ്. അപ്പം എന്നിട്ടും നമുക്ക് രക്ഷപ്പെടുത്താൻ വരും. ജീവനോടുള്ള സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ ഇപ്പം രക്ഷപ്പെടുത്താൻ വരും എന്ന് പറയുമ്പോഴും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. നമ്മൾ ആ പ്രദേശത്ത് ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് നിൽക്കേണ്ട വരുന്ന അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തോട്ടിലൊരു മനുഷ്യൻ, അതും മുട്ടറ്റം വെള്ളം മാത്രമുള്ളൊരു തോട്ടിൽ, തിരുവനന്തപുരം തോട്ടിൽ ഒരു മനുഷ്യനെ ക്ലീനാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് അതും കണ്ടുപിട്ടാൻ വേണ്ടി നമ്മൾ ദിവസങ്ങളോളം കാത്തിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ എത്രയൊക്കെ ഉയർന്നു എന്ന് പറഞ്ഞാലും നമ്മൾ എവിടെയൊക്കെ പോയി, ഗ്രഹങ്ങളിൽ പോയി ഇറങ്ങി, മറ്റിടത്ത് പോയി ഇറങ്ങി, ചന്ദ്രയാൻ, സൗരയാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ചില അവസരങ്ങളിൽ മനുഷ്യനെന്ന് പറയുന്ന മനുഷ്യന് എന്താ പറയുക, നമ്മളെ കൺമുമ്പിൽ നടക്കുന്ന ഒരു സംഗതി പോലും അത് പരിഹരിക്കാൻ പറ്റാത്തത്ര നിസ്സഹായാവസ്ഥയിലാണ് മനുഷ്യൻ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം. മനുഷ്യനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മളങ്ങ് ഉയരെ നിൽക്കുന്നു, മറ്റുള്ള ജീവികളെക്കാൾ ഉയരാണ്, ബുദ്ധിപരമായിട്ടും എല്ലാം കൊണ്ടും നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് ഊറ്റം കൊള്ളാറുണ്ട് അല്ലേ. നമ്മളുടെ ഓരോരോ എന്താ പറയുന്നത് വിജയങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നിസ്സാരമായ പല സംഗതികൾക്ക് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഇപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് TV ചാനലുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അറിയാൻ 8 മീറ്റർ താഴ്ചയിൽ ഈ ലോറിയുടെ സിഗ്നൽ കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അതെന്തുമാത്രം ശരിയാണെന്നില്ല. ഈ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് മണിക്കൂറിനുള്ളിൽ ഇതിന് തീരുമാനമാകും എന്നൊക്കെ കേൾക്കുമ്പോഴും ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള. അർജുൻ ഉൾപ്പെടെ 3 പേരുണ്ട് ഈ മണ്ണിനടിയിലെന്നുള്ളതാണ്. 7 പേരുടെ മൃതശരീരം കിട്ടി. ഇനി എത്ര പേരുണ്ട് ഈ മണ്ണിനടിയിലെന്ന് പോലും കൃത്യമായ കണക്കുകൾ പോലും ഇല്ല. ആ അവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഇത് നമുക്കിത്ര 7ാമത്തെ ദിവസമാണ്, നമുക്കിപ്പോഴും ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കാലാവസ്ഥ അനുകൂലമല്ല എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു അപകടമൊക്കെ നടന്നു കഴിഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മളടുത്ത ആൾക്കാരാകുമ്പോൾ നമ്മൾ എപ്പോഴും ഊറ്റം കൊള്ളും, എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന്. ഇപ്പം സ്വാഭാവികമായിട്ട് അവിടെ അപകടം നടന്നു, രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കും ഏതെങ്കിലും വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനകത്തായിപ്പോയി കഴിഞ്ഞാലും വിമർശിക്കാൻ ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇത്രയും പ്രശ്നമുള്ള സ്ഥലത്ത് എന്തിന് ഇത്രയും ആൾക്കാർ ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറയാം. പക്ഷേ രക്ഷാപ്രവർത്തനം വൈകിപ്പോയാലും നമ്മൾ പറയും. എനിക്ക് ഇന്ന് കുറച്ച് ദിവസമായിട്ട് അങ്ങനെയുള്ള ഒരു വിമർശനം ആരും ഉന്നയിക്കുന്നത് കണ്ടില്ല. കാരണം സൈന്യത്തിൻ്റെ ഒരു സഹായം തേടിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ ഭാഗത്തു നിന്നും. ആദ്യമേ ഈ രക്ഷാപ്രവർത്തനത്തിന് മന്ദഗതി അനുഭവപ്പെട്ടെങ്കിലും പക്ഷേ അവിടുത്തെ കാലാവസ്ഥ നമുക്കറിയില്ല. എപ്പോഴും മഴ പെയ്യുന്നു. നമുക്ക് TV-യിലൊക്കെ കാണുന്ന പ്രകാരമാണെങ്കിൽ അവിടെ വെള്ളം ഒഴിച്ച് ചാടുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ സാധാരണ നമ്മളുടെ വീടുകളിലൊക്കെ അറിയാം, വെള്ളം ഒഴുകി വരുമ്പോൾ എന്താ അവസ്ഥ അല്ലേ. ഒരു പ്രദേശം മൊത്തം മലവെള്ളപ്പാച്ചിൽ പോയി എന്ന് പറയുമ്പോഴേ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇത് ആഘോഷപൂർവ്വം എനിക്ക് ചില ചാനലുകൾ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവജ്ഞ തോന്നുന്നുണ്ട്. ലൈവായിട്ട് ചില ചാനലുകൾ അവിടെ നിന്ന്
ഇപ്പം അവിടെ മണ്ണിനടിയിൽ കിടക്കുന്ന അർജുനോടുള്ള എന്തോന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കാണാം. പക്ഷേ അവരുടെ ഒരു റേറ്റിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് കാണാൻ വേണ്ടി ആളുണ്ട്. അപ്പം അവിടെ ഒരു മനുഷ്യജീവനെ വെച്ചുകൊണ്ട് ടി വി ചാനലുകളും കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ലൈവായിട്ട് പോവുക, എപ്പോഴും ലൈവായിട്ട് ഇപ്പം കണ്ടെത്തും എന്ന് പറയുന്ന ഒരു രീതി. അത് ഒരു ചാനലിൽ സ്ഥിരമായിട്ട് അവിടെ പോയ ആൾക്കാരെ ഡ്രൈവർ കണ്ടു, മറ്റവർ കണ്ടു, മറിച്ചത് അത് പലപ്പോഴും നമുക്ക് ഒത്തിരി പ്രതീക്ഷകളൊക്കെ നൽകുന്നുണ്ടെങ്കിലും ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ചില ചാനലുകളൊക്കെ അവിടെ സ്ഥിരമായിട്ട് ആൾക്കാരെ നിയമിച്ചുകൊണ്ട് അവിടുന്ന് തത്സമയമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ വാർത്തകളെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ പുറകെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്തെന്ന് പറയുന്നത്, നമ്മൾ നോക്കിക്കാണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വിവരം അറിയാൻ വേണ്ടി ആൾക്കാർ അത്രയ്ക്ക് തൽപരരാണ്. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇവർ ചാനലുകാർ ഇട്ട് കഴിഞ്ഞ് ഇത് കാണാൻ ആൾക്കാരിങ്ങനെ കാത്തിരിക്കുക. ഇപ്പം ഞാനായാലും മണിക്കൂറിട്ട് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും എന്തെങ്കിലും വിവരം കിട്ടിയോ. അതുപോലെ നമ്മളുടെ വീട്ടിൽ നമ്മുടെ അടുത്ത ഒരാൾ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്നൊരു വേദനയാണ്. അതെന്താ കിട്ടിയില്ലേ, എവിടെ പോയി അർജുൻ എന്നുള്ളൊരു തോന്നലാണ് നമുക്ക്. അതൊരു പരിധിവരെ ടി വി ചാനലുകൾ അതിനൊരു കാരണമായി എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ മറ്റു വാർത്തകളൊന്നും ഇല്ലാതെ ഇപ്പം ഇതുപോലെ തന്നെ ഒത്തിരി വാർത്തകളുണ്ട്, ജനങ്ങളുടെ ശ്രദ്ധയിൽ ആകർഷിക്കേണ്ട ഒത്തിരി വാർത്തകളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വിട്ട് അർജുൻ്റെ പിറകയിലേക്ക് പോയിരിക്കുന്നു ഒരു സത്യം തന്നെയാണ് ഇവർ. അപ്പം ചാനലുകൾ അതിൻ്റെ പുറകെയാണ്. അവരിതിൻ്റെ കൂടെ തന്നെ റേറ്റിംഗ് ഉണ്ടാക്കുക, കാശുണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രത്തിലേക്ക് അവരും മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് എനിക്കിപ്പോഴും, ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഒരു ദിവസത്തിനുള്ളിൽ ഇതിനൊരു സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള പ്രതീക്ഷിക്കണ്ടായോ? എന്നാലും ആ ലാറി കണ്ടെത്തണ്ടേ, അർജുനെ കണ്ടെത്തണ്ടേ? ആ അവസ്ഥയിൽ അർജുൻ തന്നെയല്ല, കുറച്ച് നമ്മളിപ്പം മലയാളികളായതുകൊണ്ട് അർജുൻ്റെ കാര്യം തിരക്കും. അനേകം മനുഷ്യജീവനുകൾ, ദേശമേതായിക്കോട്ടെ ഭാഷ ഏതുമായിട്ട് അനേകം മനുഷ്യജീവനും ഭൂമിക്കടിയിൽ ഇപ്പോഴും കണ്ടെത്താതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ എവിടൊക്കെ കുടിമൊഴികൾ കീഴടക്കി എന്ന് പറഞ്ഞാലും, ഗ്രഹങ്ങൾ കീഴടക്കി എന്ന് പറഞ്ഞാലും, നമ്മൾ എവിടെ ചെന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാലും, നിസാരമായ സംഗതിക്ക് 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. എല്ലാം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു മന്ദഗതിക്ക് ശേഷം അവിടുത്തെ ഗവൺമെൻറ് ആയാലും അധികൃതരായാലും വളരെ ആക്റ്റീവായിട്ട് രംഗപ്രവേശനം ചെയ്തു. ഞാൻ ആദ്യമേ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഒരു പ്രദേശത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ, ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിമർശിക്കുമ്പോൾ, അവരെ സംബന്ധിച്ച് സാധാരണ ഒരു മനുഷ്യൻ ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ, അപ്പം ആ മണ്ണ് മാറ്റുമ്പോൾ ബാക്കിയുള്ള മണ്ണും ഈ കാലാവസ്ഥ എന്ന് പറയുന്നൊരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പം മണ്ണ് മാറ്റി വരുമ്പോൾ ബാക്കിയുള്ളവരും കൂടി ഇടിഞ്ഞ് തങ്ങളുടെ ജീവനും കൂടി അപകടത്തിലായി കഴിഞ്ഞാലുള്ള അവസ്ഥ അവർ ചിന്തിക്കാറുണ്ട്. ആരും അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ കാലാവസ്ഥയൊക്കെ അനുകൂലമായി വന്നു, പലയിടത്തുനിന്നും സമ്മർദ്ദം ചുലത്തിയൊക്കെ കഴിഞ്ഞപ്പം അതിന് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ടി വി ചാനലുകൾ ഒരു ഘടകമായി മാറി. കാരണം അവർ വാർത്തയൊക്കെ കൊടുത്തൊരു ഭയങ്കര ലൈവായിട്ട് മാറ്റി. അപ്പം എന്നിട്ട് ഇപ്പോഴും അവരാ ചാനലുകളെല്ലാം ഇതിൻ്റെ പുറകെ തന്നെയാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. അർജുൻ എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് സ്നേഹമുണ്ട്. അപ്പോൾ അർജുൻ എത്രയും പെട്ടെന്ന് ജീവനോട് തിരിച്ചു വരാൻ നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഒരു ചാനലുകളെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണ്? അർജുനോട് അത്ര വലിയ സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ. അവർക്ക് കാശ് അല്ലെങ്കിൽ ഡോളർ അത് തന്നെയാണ് അവരും നോക്കുന്നത്. സാമ്പത്തികമായുള്ള അവസ്ഥയാണ് ചില ചാനലുകൾ നോക്കുന്നത്. അതിനാണ് ഈ വാർത്താ ചാനലുകൾ ഇതിൻ്റെ പുറകെ പോകുന്നത്. അപ്പം അതുകൊണ്ട് എന്താ പറ്റുന്നത്, പല കാര്യങ്ങളും പുറത്തു വരേണ്ട പല കാര്യങ്ങളും അവർക്കതിനുള്ള സമയമില്ല. ഇന്നലെ നിപ്പ ബാധിച്ചൊരു കുട്ടി മരിച്ചു.
അതിൻ്റെ വാർത്തയൊക്കെ ചെറിയ ഹെഡിങ് ആക്കി. അല്ലെങ്കിൽ ഈ അർജുൻ എന്ന് പറയുന്ന വിഷയമില്ലായിരുന്നെങ്കിൽ ഇവർ അതിൻ്റെ പുറകെ പോയാനെ അല്ലേ? ചാനലുകളെല്ലാം ലൈവായിട്ടൊക്കെ അതിൻ്റെ പുറകെ പോയാനെ. പക്ഷെ അതൊരു ചെറിയ വാർത്തയിൽ ഒതുക്കിക്കൊണ്ട് ഇപ്പം പ്രവർത്തിക്കുന്നത്, അത് എത്ര ദിവസം ഇങ്ങനെ എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ ആകപ്പാടെ ടെൻഷനില്ല. ഞാൻ പറഞ്ഞില്ലേ, മണിക്കൂർ ഇരിക്കുമ്പോൾ അതിൻ്റെ വിവരം നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ TV വെച്ച് നോക്കുക. അപ്പോൾ ആ അവസ്ഥയിലേക്ക് ജനങ്ങളുടെ മനസ്സ് കൊണ്ടെത്തിക്കാൻ ഒരു പരിധിവരെ ഈ ചാനലുകൾ ഒരു കാരണമായി എന്നുള്ളതാണ്. നമ്മൾ പണ്ട് പത്രങ്ങളുള്ള സമയമുണ്ടായിരുന്നു, TV ചാനലുകളുടെ ഒന്നും അതിപ്രസരം ഇല്ലാത്തൊരു സമയമുണ്ടായിരുന്നു. അത് പിറ്റേന്ന് രാവിലെ പത്രത്തിൽ വരുമ്പോൾ ഒരു അല്ലെങ്കിൽ റേഡിയോ വാർത്തയില്ലാത്ത ഒരു വരിയിലോ അല്ല ഒതുങ്ങുന്ന ഒരു വാർത്ത. ഇപ്പോൾ ഈ സമയത്ത് ഈ നൂറ്റാണ്ടിൽ ഈ ദൃശ്യമാധ്യമങ്ങൾ ഇത്രമേനായി കഴിഞ്ഞപ്പം അതിനൊക്കെ വൻ വാർത്താ പ്രാധാന്യം പറ്റി. അതിൻ്റെ ഗുണമുണ്ട്, ഒരു പരിധിവരെ ദോഷമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്ത് എന്തോന്ന് ചെയ്യുമ്പോഴത്തേന് നമ്മൾ അർജുൻ യാതൊരു പരിക്കുമില്ലാതെ അത് നമുക്ക് ഇച്ചിരി എന്തെന്നായി പോകും. കാര്യം ജീവനോടെ ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ, അദ്ദേഹത്തെ കണ്ടെത്തി എന്നുള്ള വാർത്ത അറിയാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.